രാജപാലകൻ. ജമ്മുവിൽ ഭീകരരെ തിരയാൻ പ്രതിരോധിക്കാൻ സൈന്യത്തിനൊപ്പം മുൻനിരയിൽ നിന്ന് പോരാടുകയാണ് വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ. നിർത്തിയിട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മോളെ, എന്നാ ചോറെടുത്ത് വെക്കട്ടോ. ഇന്ന് വല്ലാത്ത ക്ഷീണം. എന്താണ്? പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരു വല്ലായ്മ. അത് അപ്പച്ചന് തോന്നുന്നതാ. എന്ന് ചെയ്യുന്ന പണികളൊക്കെ തന്നെയല്ലേ ഇന്ന് ചെയ്തോളൂ. ചൂടോടെ കുറച്ച് കഞ്ഞി ഒഴിച്ച് കഴിയുമ്പോ അതെല്ലാം മാറും. അല്ലേ, ഇതാരാപ്പി പറയണേ? സൂസിക്കുട്ടി ഡോക്ടറോ? അപ്പൊ നീ ഡോക്ടറായോ? ഡോക്ടറൊന്നും ആയില്ലേലും ഒരു പിടിക്കുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വയ്യാന്ന് പറഞ്ഞിരുന്ന അപ്പൻ നേരെ എഴുന്നേറ്റ് ഓടുന്നു. ഡോക്ടർ സൂസിക്കുട്ടി, നീ എന്ത് മരുന്നാടി അപ്പന് കൊടുത്ത്? എന്തോ എന്താ മറിയേ നിന്റെ വെളിയിലൊരു കളിയാക്കല്? അപ്പന്റെ പൊന്നേവിളി അമ്മയ്ക്ക് ഇങ്ങനെ പിടിച്ചില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ വയസ്സായ കാലത്തെ ഒരു പൊന്നേവിളി. ആര് പറഞ്ഞു വയസ്സായെന്ന്? നമ്മൾ ഇപ്പോഴും ചെറുപ്പമല്ലേ പെണ്ണെ? സ്നേഹം കൊണ്ട് മാറാത്ത അസുഖമുണ്ടോ? അല്ലേ മോളെ? ആ സ്നേഹത്തിന് ഇന്നൊരു കുറവുള്ളത്. നിനക്ക് ഓർമ്മയില്ലേ മറിയേ ആ പഴയ കാലം? അതിൻ്റെ ഒരു സന്തോഷവും സുഖവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ബേസിൽ മോനെ, അപ്പാപ്പനെ ശല്യപ്പെടുത്തല്ലേ. അപ്പച്ചനും അമ്മച്ചിയും അവരുടെ യൗവനകാലത്താ. അതെന്താ അമ്മ? ഓ, ഈ കൊച്ചുങ്ങൾക്ക് അതും അറിയത്തില്ല. യൗവനം എന്ന് പറഞ്ഞ ടീനേജ്. ഓർമ്മകളിൽ നിന്ന് തിരികെ പോകുന്നെങ്കിൽ രണ്ടാൾക്കും ചോറ് വിളുമ്പട്ടെ. ഇനി വിശന്നിരുന്ന് സ്വപ്നം കാണണ്ട. ഒന്ന് പോവേണ്ടേ കളിയാക്കാതെ? വിശപ്പ് മറന്ന് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ദൈവം ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്ന് കാത്തു. ഒരു നല്ല കുടുംബം തന്നു. ഇങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഒരു മകനെ തന്നു. അവന് ചേർന്ന ഒരു ഇണയെ തന്നു.
ഈ കൊച്ചു മോനെയും തന്നു എപ്പോഴും ദൈവത്തോട് നന്ദി പറയും. ഓ, അപ്പോൾ ഞാൻ പുറത്തായി. നീ എൻ്റെ ഉള്ളിൽ ദാ ഇവിടെയുണ്ട്. നീ ഇല്ലാതെ ഞാനുണ്ടോ ഇവനെ? മറിയെന്ന് നീട്ടി വിളിച്ചാൽ ഓടി വരാൻ എന്നും നീ എൻ്റെ അരികിലുണ്ടല്ലോ. സമ്മതിച്ചു. ഈ സൗഭാഗ്യങ്ങളിൽ ദൈവം തന്ന നന്മകളിൽ നീ സന്തോഷിക്കണില്ലേ? നീ ഞങ്ങളുടെ മരുമകളല്ല, സ്വന്തം മകളാണ്. തമ്പുരാൻ ഞങ്ങൾക്ക് തന്ന മോള് കേട്ടോ. ദൈവാശ്രയമുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അപ്പനും അമ്മയുമുള്ള കുടുംബം, ഒപ്പം ചേർത്ത് നിർത്തുന്ന ഭർത്താവും, ഏതൊരാളും കൊതിക്കുന്ന കുടുംബമാണ് ദൈവം എനിക്ക് തന്നത്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം എനിക്ക് തന്ന കുടുംബം. വന്നു കയറുന്ന മക്കളാണ് ആ കുടുംബത്തിന്റെ സന്തോഷം കാത്തു സൂക്ഷിക്കുന്നത്. ആ താക്കോൽ എന്റെ കയ്യിൽ ഏതായാലും ഭദ്രം. ഏത് താക്കോല്? നിങ്ങളുടെ പണപ്പെട്ടിയുടെ താക്കോല്. അപ്പനും ഞെട്ടിപ്പോയിട്ട് മോളെ. എന്റെ അപ്പച്ച, കുടുംബത്തിലെ സന്തോഷത്തിന്റെ താക്കോലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഈ അപ്പന് മനസ്സിലായി മോളെ. ഈ മറിയപ്പെണ്ണ് എന്നെ വെറുതെ കളിയാക്ക്. അല്ലേലും ഇവളറിയാത്ത ഏത് പണപ്പെട്ടിയാ എനിക്കുള്ളത്? അപ്പാപ്പനിടയ്ക്കിടയ്ക്ക് ഒരു പെട്ടി തുറക്കണത് ഞാൻ കാണാറുണ്ട്. എടാ 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 കുറുമ്പ, നിന്നെ ഞാൻ സണിച്ചായും കൂടെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകുക. ആ ദുഃഖം മാത്രമേ ഉള്ളൂ. അതിന് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ മോളെ? സന്തോഷിക്കല്ലേ വേണ്ടത്. അഭിമാനത്തോടെ പറയണം, ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണെന്ന്. അപ്പാപ്പ, അപ്പ ഇനി എന്നാ പറഞ്ഞേ? അപ്പയ്ക്ക് അങ്ങനെ വേഗം പോരാൻ പറ്റുമോ മോനെ? മോന്റെ അപ്പ ഒരു വലിയ പട്ടാളക്കാരനാട്ടോ. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴേ കണ്ണടയ്ക്കാതെ രാവ് മുഴുവൻ നമുക്ക് വേണ്ടി കാവലിരിക്കുന്നവരാ പട്ടാളക്കാർ. തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ വേഗം വരാൻ. അപ്പ വാ കഴിക്കാം. ബേസിൽ മോള് ചോറ് വേണ്ടേ? വേഗം പോയി കൈ കഴിയുക. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാ. എന്നാലും അവിടുത്തെ ഓരോ കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ എന്തോ വല്ലാത്ത പേടി. നീ അവൻ്റെ അമ്മയായതുകൊണ്ട് ഇത്രയും വിഷമം. നിന്നെപ്പോലെ എത്രയോ അമ്മമാരെയാണ് നമ്മുടെ മോൻ കരുതുന്നത്. നീ പേടിക്കേണ്ട, ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും. ഇനി ആഹാരത്തിന് മുന്നിൽ നിന്ന് വിഷമിക്കരുത് കേട്ടോ. മോൻ വേഗം റെഡിയായല്ലോ. അമ്മ എന്തേ? അമ്മ വരുന്നുണ്ട്. മറിയേ, വേഗം വരുന്നുണ്ടോ? കുർബാനയ്ക്ക് മുമ്പ് അങ്ങ് പള്ളിയിൽ എത്തണോട്ടോ. വൈകിട്ടൊന്നും ഇല്ല അപ്പച്ച. കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ അങ്ങ് പള്ളിയിൽ എത്തും. വിശുദ്ധ കുർബാനയിൽ അഭയപ്പെട്ടാൽ അത് വലിയ ഒരു അനുഗ്രഹപ്രദമാണ്. എൻ്റെ സണ്ണിക്കുട്ടനെ പോലെ ഇവനെയും ദൈവഭയമുള്ള പൈതലായി വളർത്തണം. ബേസിൽ കുട്ടനെ അപ്പനെ പോലെ മിടുക്കനാകണം. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. ഓ, ധൃതി പിടിച്ച ആളിപ്പോ സുവിശേഷം പറഞ്ഞ് നിൽപ്പായോ? വാ, നമുക്ക് ഇറങ്ങാം.
മോനെ, അപ്പനൊരു കാര്യം ചോദിക്കട്ടെ. മോൻ എന്താന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചേ? എന്റെ അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് അസുഖം ഒന്നും വരുത്തല്ലേന്നും എന്റെ അപ്പ വേഗം വന്നേന്നും പ്രാർത്ഥിച്ചു. അപ്പൊ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പാപ്പ, ഞാൻ പോവാട്ടോ. ഞാൻ പോയി TV കാണട്ടെ. ഓക്കെ, ബൈ. കൊച്ചുമക്കളുടെ കുസൃതികളും കളിയും ചിരിയും ഒക്കെ കാണാൻ കഴിയുന്നത് എന്തൊരു ഭാഗ്യമാണ്. ദൈവം തരുന്ന അനുഗ്രഹമല്ലേ അത്. ജമ്മുകാശ്മീരിൽ ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടർന്ന സുരക്ഷാ സേന. പൂഞ്ചിലെ തെരച്ചിലിൽ സർക്കാർ ഓഫീസിന്റെ ടെറസിൽ നിന്ന് ഗ്രനേഡുകൾ കണ്ടെത്തി. രജൌരിയിലും കുപ്വാരയിലും നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള മേഖലകളിലും തെരച്ചിൽ തുടരുന്നു. അപ്പാപ്പ, ദേ ടിവിയില് പട്ടാളക്കാര്. സൈനിക നിലവാരത്തിലുള്ള പരിശീലനം. അയ്യോ അപ്പച്ച, അതിർത്തിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സന്ധിച്ചാനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്റെ ദൈവമേ, എന്റെ മോനെ ആപത്തൊന്നും വരുത്തല്ലേ. നീ കരയാതിരിക്കുമായേ, അവനൊരു ആപത്തും വരില്ല. ദൈവം എപ്പോഴും അവന്റെ കൂടെ. ഈ ചാനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ അപ്പച്ച. വിളിച്ചിട്ട് എടുക്കുന്നില്ല. എനിക്ക് പേടിയൊന്നും വല്ല ആപത്തും. അങ്ങനെയൊന്നും പറയാതെ മോളെ, നീ കരയാതിരിക്കുക. അവന് ദൈവം കാത്തുകൊള്ളും. സമാധാനപ്പെടും മോളെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളിങ്ങനെ ഏത് നേരം പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞ് നിൽക്കാതെ എവിടെയെങ്കിലും ചെന്നൊന്ന് അന്വേഷിക്കും മനുഷ്യ. എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന്. എൻ്റെ മറിയെ, നീ ഒന്ന് അടങ്ങ്. നീ പള്ളിയിൽ പോയതും ബൈബിൾ വചനം കേട്ടതും പ്രാർത്ഥിച്ചതുമൊക്കെ വിശ്വാസത്തിലല്ലേ? അതോ ഞാൻ എന്നും പള്ളിയിൽ വരുന്നുണ്ടെന്ന് ആളുകളെ കാണിക്കാനാണ്? വിശ്വാസവും പ്രാർത്ഥനയും ആരെയും ബോധിപ്പിക്കാനല്ല. നീ പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞില്ലേ? പ്രാർത്ഥന അതെന്നും മനസ്സിന് നൽകുന്ന കരുത്ത് ഒന്ന് വേറെ തന്നെയാണ്. ആ പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോന് ദൈവം തമ്പുരാൻ ഒന്നും വരുത്തില്ല. മോള് കരയാതിരിക്കട്ടോ. അവൻ്റെ കൂടെ ഉള്ളവരെ ആരെയെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയേ. എല്ലാവരെയും മാറി മാറി വിളിച്ചു അപ്പച്ച. ആരും എടുക്കുന്നില്ല. അപ്പച്ച, സണ്ണിച്ചായൻ. കരയാതെ മോളെ. എന്താ മോളെ ഇത്? നീ ദൈവത്തെ അറിയുന്നവളല്ലേ? ദൈവം പല പരീക്ഷണങ്ങളെ കാണിക്കും. നമ്മൾ തളരരുത്. പ്രാർത്ഥനയിൽ നിന്നും ഒരു കാരണവശാലും അകന്നു പോകരുത്. എല്ലാം നമ്മൾ അതിജീവിക്കും. ഇത് ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളുടെ നാളുകളാട്ടോ. എല്ലാം തമ്പുരാന്റെ നിശ്ചയം. നിങ്ങൾ അകത്തേക്ക് ചെല്ലുക. എൻ്റെ മോൻ, ദൈവമേ, നീ അവനെ കാത്തു. ആയിരുന്നല്ലോ മോനെ, പതാകയൊക്കെ ആയിട്ട്. എങ്ങാണ്ട് വലിയ യുദ്ധം ഉണ്ടായി. കുറെ പട്ടാളക്കാർ മരിച്ചു. സ്കൂളിൽ അവർക്കായി പ്രാർത്ഥനയായിരുന്നു. ടീച്ചർമാരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ വെച്ചു. അതെന്തുകൊണ്ടാണെന്ന് ബേത്തിലൂട്ടൻ അറിയൂ? ഇല്ല. മോന്റെ അപ്പ ഒരു വലിയ പട്ടാളക്കാരനായതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഓരോ പട്ടാളക്കാരനും രാജ്യത്തിൻ്റെ അഭിമാനമാണ്. മോന്റെ അപ്പ ഒരു പട്ടാളക്കാരനായതിനാൽ നമുക്കും അഭിമാനിക്കാം. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോരാടി മരിച്ച ധീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് തലമുടിക്കാം. വലുതാകുമ്പോ അപ്പയെ പോലെ ഞാനും വലിയ പട്ടാളക്കാരനാകും. ആദ്യം മോൻ പഠിക്കണം, പഠിച്ച് മിടുക്കനാവണം. എന്നിട്ട് അപ്പയെ പോലെ എല്ലാവരും സ്നേഹിക്കുന്ന നല്ല മനുഷ്യനാകണം.
പട്ടാളത്തിൽ ചേർന്ന് വലിയ ഉദ്യോഗസ്ഥനാകണം. ഓക്കെ. വല്യപ്പച്ച, അപ്പ എന്നാ വരിക? വേഗം വരും. മോൻ്റെ അപ്പ വേഗം വരൂ കേട്ടോ. മോളെ, നീ ഇവൻ്റെ വേഷമൊക്കെ ഒന്ന് മാറ്റിക്ക്. മോൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. ഇത്ര ദിവസമായിട്ടും നമ്മുടെ മോനെ കുറിച്ച് വിവരമൊന്നുമില്ലല്ലോ. പെണ്ണെ, നീ ഒന്ന് സമാധാനപ്പെടും. ദൈവം സന്തോഷങ്ങൾ നൽകുമ്പോൾ കുറച്ച് ദുഃഖങ്ങൾ കരുതി വെക്കും. നീ വേദപുസ്തകം എടുത്തു വെച്ച് വായിക്കേ. വിഷമങ്ങൾ കുറച്ചെങ്കിലും മാറട്ടെ. വെറുതെ ആ പെണ്ണിനെ കൂടി കരയിപ്പിക്കില്ലേ. എന്നും പ്രാർത്ഥനയും വഴിപാടുമായി നടന്നിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. ഇത്രയും കാലം ദൈവം നമുക്ക് തന്ന സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നീ ഒരു നിമിഷം കൊണ്ട് മറന്നുപോയോ മറിയേ? മറന്നിട്ടല്ല, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. തോന്നുന്ന പോലെ മാറ്റാനുള്ളതല്ല വിശ്വാസം. അത് നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നും ജീവിക്കണം. നീ കേട്ടിട്ടില്ലേ, ദൈവത്തിനേറെ പ്രിയപ്പെട്ടവരെ എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന്? നിങ്ങളിപ്പോ എന്ത് ആശ്വാസവാക്കുകൾ പറഞ്ഞാലും എന്റെ തലയിൽ കയറില്ല. എനിക്ക് ആകെ പേടിയാ. അവൻ ദൈവാശ്രയത്തിൽ വളർന്ന പൈതലാണ്. മഹാപരിശുദ്ധനായ കൂർലോ തിരുമേനിയെ മാറോട് ചേർത്ത് വിശുദ്ധനായ ഗീവറി തകതായുടെ കാവലിൽ വളർന്ന വലുതായ ദൈവപൈതലാണ് അവൻ. മോനെ, ഇതാണ് നമ്മുടെ പള്ളി. കുറ്റ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി. മഹാപരിശുദ്ധനായ കൊറിലോസ് തിരുമേനിയുടെ പാദസ്പർശമേറ്റ മണ്ണ്. ഇനി മുതൽ സണ്ണിമോൻ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ വരണം. അപ്പച്ചന് വരില്ലേ? ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. എന്റെ മോൻ എന്തിനാ പേടിക്കണേ? കൊറിലോസ് തിരുമേനിയുടെ ഈ കബറിങ്കിൽ വന്ന് മോൻ പ്രാർത്ഥിച്ചാൽ മോന്റെ പേടിയെല്ലാം മാറും. നമ്മുടെ അഭയവും ആശ്രയവും എല്ലാമാണ് പരിശുദ്ധന്മാർ. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പ്രാർത്ഥിക്കും. ഞായറാഴ്ചകളിൽ നേരത്തെ വന്ന് വിശുദ്ധ കുർബാനയിലും പങ്കുചേരണം. കുർബാന എന്ന് പറഞ്ഞാൽ എന്താ അപ്പച്ച? വിശുദ്ധ കുർബാന എന്നാൽ ദൈവത്തിന് ബലിയും കാഴ്ചയുമായി അർപ്പിക്കപ്പെടുന്ന ഒരു വിശുദ്ധ കർമ്മം. ബൈബിളിൽ പറയുന്ന പ്രകാരം കായയും ഹാവേലും ദൈവത്തിന് കാഴ്ചയെ അണച്ചതായി പറയപ്പെടുന്ന അവസരങ്ങളിൽ കാഴ്ച എന്ന അർത്ഥത്തിലും മനുഷ്യൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതായി പറയപ്പെടുന്ന സന്ദർഭങ്ങളിൽ വഴിപാടെന്നും യാഗം കഴിക്കുന്നതായി പരാമർശിക്കുന്ന വേളകളിൽ യാഗം അഥവാ ബലി എന്ന അർത്ഥത്തിലും വിശുദ്ധ കുർബാനയെ കാണുന്നു. മോനെ മനസ്സിലായോ? മോനെ, വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയാകരുത് വിശുദ്ധ കുർബാനയ്ക്ക് വരേണ്ടത്. ഒരുക്കത്തോടെ വിശ്വാസത്തോടെ ആദിയോടന്തം വിശുദ്ധ കുർബാനയും സംബന്ധിക്കണം. കൂറിലോസ് തിരുമേനിയുടെ കബറിട മോൻ കണ്ടിട്ടില്ലേ? ജീവിതം കൊണ്ട് മാതൃകയായ മഹാപരിശുദ്ധനാണ് തിരുമേനി. ഈ കബറിടം അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് കൊണ്ട് പാവനമാണ്. ഇവിടെ അഭയപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പുണ്യവാൻ എന്ന് നമുക്ക് നന്മ ചൊരിയും. നമ്മുടെ നാടിന്റെ കാവൽ വിളക്കാണ് തിരുമേനി. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഈ പരിശുദ്ധനോടുള്ള പ്രാർത്ഥന മോൻ മുടക്കരുത്. എന്നും പ്രാർത്ഥിക്കും അപ്പച്ച. മഹാപരിശുദ്ധന്മാർ എന്നും എന്നോട് കൂടെ ഉണ്ടാകും. കൂറിലോസ് തിരുമേനിയുടെ നാമത്തിലുള്ള ഈ സൺഡേ സ്കൂളിലാണ് നാം പഠിക്കാൻ പോകുന്നത്. നമുക്ക് പോകാം. ഇനി നാളെ വരാം. അമ്മയും കൂട്ടി വരാം. എന്റെ പ്രാർത്ഥനകൾ നീ കേൾക്കുന്നില്ലേ ദൈവമേ? നന്മയുടെ വഴികളിലൂടെ നിന്റെ ദാസനായി വളർന്ന എന്റെ മോൻ. എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങളും കരയുവാണോ? ഏയ്, ഞാൻ കരഞ്ഞില്ലല്ലോ. ഓരോ ജീവിതങ്ങളിലും ദൈവം ഓരോ തീരുമാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ
നമ്മുടെ മോൻ. നീ പറഞ്ഞത് ശരിയാണ്. ഒരു നല്ല പട്ടാളക്കാരനാകാൻ ദൈവം അവനെ നിയോഗിച്ചു, പേരെടുത്തു, ഉയർന്ന പദവി നൽകി. ഇനി തമ്പുരാന്റെ നിശ്ചയം മറിച്ചു വലുതുമാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വന്നേക്കാം, നീ ചെല്ല്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. അപ്പേ, മോനെ, എന്റെ പൊന്നു മോനെ, അപ്പച്ച, അമ്മേ, നിന്റെ വിവരമൊന്നും അറിയാതെ ഞങ്ങൾ വിഷമിച്ചു പോയി മോനെ. ഞങ്ങളവിടെ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു അമ്മേ. നീ എന്താ ഒന്നും ഇല്ലാതെ നിൽക്കുന്നേ? മോളെ, ഇനി നീ ഒന്ന് ചിരിച്ചേ. എത്ര ദിവസമായി എന്റെ മോളിങ്ങനെ ആവലാതിപ്പെട്ട് കഴിയുന്നു. മോനകത്തേക്കല്ലേ, കഥകളൊക്കെ പിന്നെ പറയാം. എന്നിട്ട് ഈ സന്തോഷം നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. കഥകളല്ല അപ്പച്ച, യാഥാർത്ഥ്യങ്ങളായി കൺമുന്നിൽ അനുഭവിച്ച് തീർത്തതാണ്. ഒരു പട്ടാളക്കാരൻ അനുഭവിക്കുന്ന ഓരോ വേദനയും ഈ രാജ്യത്തെ ഓരോരുത്തർക്കും വേണ്ടിയാണ്. ശത്രുക്കൾക്കും മേൽ പൊരുതി വിജയം നേടുകയായിരുന്നു. ഓരോ മരണങ്ങളും കൺമുന്നിൽ കാണുമ്പോൾ പതറാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഓരോ പട്ടാളക്കാരന്റെയും കടമ അതാണ് മോനെ. ഈ നാടിനും നിങ്ങളോടുള്ള വിശ്വാസവും അതാണ്. യുദ്ധഭൂമിയിൽ വേദനയോടെ നിൽക്കുമ്പോഴും അപ്പനും അമ്മയും കാണിച്ചു തന്ന വിശ്വാസപാതയാണ് എനിക്ക് കരുത്തായത്. നിങ്ങൾ കാണിച്ചു തന്ന നന്മയുടെ വഴികൾ, അതായിരുന്നു എന്റെ തണൽ. എന്റെ കോറിയോസ് ഫിലിമിൽ മഹാപരിശുദ്ധനായ എന്റെ തിരുമേനി അഭയപ്പെടുമ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന് എനിക്ക് കരുത്തേകിയ അജപാലകൻ, എന്നും ഈ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ നാഥൻ, ആ തിരുസന്നിധിയിൽ നിന്ന് എന്റെ തിരുമേനിയോട് എനിക്ക് നന്ദി പറയണം. ഈ ജീവിതം എനിക്ക് തിരികെ തന്നതിന് ഈ നാടിന്റെ, ഈ വീടിന്റെ നാഥനോട് എനിക്ക് നന്ദി പറയണം. കാവലായും കരുതലായും എന്നും എന്റെ കൂടെയുള്ള ദൈവത്തിന് നന്ദിയേക്കണം. എന്നും എന്റെ കൂടെയുള്ള അജപാലകൻ. വിശ്വാസത്തോടെ ദൈവത്തോടുകൂടെ, സ്നേഹമോടെ മാതാപിതാക്കളോടുകൂടെ, ബഹുമാനപൂർവം മുതിർന്നവരോടുകൂടെ, കരുതലോടെ മക്കളോടുകൂടെ, ഹൃദയം കൊണ്ട്, സ്നേഹം കൊണ്ട്,
എല്ലാവരോടും കൂടെ നെഹ്റുവും. തെക്കും കാത്തിൽ തിരുവാലി